ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മനോഹരമായിട്ടുള്ള 10 ഗ്രാമങ്ങളിലൊന്നായ കൊല്ലങ്കോടാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. കൊല്ലങ്കോട് കാണാൻ വരുന്നവർക്ക് ഒരു അടിപൊളി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന പോലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള നമുക്ക് നല്ല ഫ്രീഡമൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ, അതായത് ഇവിടെ വന്ന് താമസിച്ച് കൊല്ലങ്കോട് ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കൊല്ലങ്കോട് ഉണ്ടല്ലോ, കൊല്ലങ്കോട് കാണാൻ വരുന്നവർക്ക് ഒരു അടിപൊളി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൂരം നിന്നൊക്കെ യാത്ര ചെയ്ത് കൊല്ലങ്കോട് കാണാൻ വരുന്നവർക്ക് ഒരു ദിവസമോ 2 ദിവസമൊക്കെ അടിച്ചു പൊളിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. കുറച്ച് ചുറ്റുപാടങ്ങളും ഫ്രണ്ടിൽ കുളമൊക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആദ്യം തന്നെ നിങ്ങളോട് പറയാം. എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിവിടെ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ കേസ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്താ ചായ നമുക്കെന്തെങ്കിലും വെക്കണമെങ്കിൽ അതൊക്കെ വെച്ച് കഴിച്ച് നമുക്കൊരു ഫാമിലി ആയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് അതേപോലെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് റൂമിൻ്റെ കാഴ്ചകളൊക്കെ കാണട്ടെ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. ഒരു നമ്മുടെ പഴമ വീടുകളിലൊക്കെ കാണുന്നത് 4 കെട്ട് വീടുകളിലൊക്കെ കാണുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വരാന്തയാണ് ഈ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്. ഇവിടെ 2 ഫാനുകളും ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വൈകിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് ഈ ഭാഗത്തൊക്കെ വന്നിരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള റിസോർട്ട് തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ളൊരു കൊത്തുപണിയൊക്കെ കൊണ്ട് ഒരു പഴമയെ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് അല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പഴയ ഒരു വാതിലാണ് കേട്ടോ. അത് നമുക്കിങ്ങനെ തുറക്കാം. നമുക്കിങ്ങനെ തള്ളി തുറന്ന് നമുക്ക് അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നമുക്കിവിടെ ഭക്ഷണമൊക്കെ കഴിക്കാം. ഈ ലെഫ്റ്റ് സൈഡ് തന്നെ ആയിട്ട് നമുക്ക് ഈ ഭാഗത്തുള്ളത് റൈറ്റ് സൈഡ് തന്നെ നമുക്ക് കോഫി മേക്കർ ചായ മേക്കറൊക്കെ ഉണ്ട്. അതിനുള്ള കാര്യങ്ങൾ പാൽപ്പൊടിയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും പ്ലേറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിതിൽ കെറ്റിലൊക്കെ ഉണ്ട്. നമുക്ക് ചായ എന്ത് വേണമെങ്കിലും വെച്ച് കുടിക്കാം കേട്ടോ. അത് തൊട്ട് ഇപ്പുറത്ത് തന്നെ ആയിട്ട് നമുക്ക് ഒരു ഫ്രിഡ്ജൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് ചെറിയൊരു അടുക്കളയാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഉള്ള മനോഹരമായിട്ടുള്ളൊരു അടുക്കളയാണ് ഈ ഭാഗത്ത് കണ്ടല്ലേ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഫുഡുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള എല്ലാ സെറ്റപ്പും ഈ റിസോർട്ടിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലിയിൽ കുറച്ച് പേര് ഒരു 10 പേര് 15 പേരൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ 2-3 റൂമുകളുണ്ട്. നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് 1ാമത്തെ റൂം. അത് നമുക്ക് തുറക്കുന്നില്ല. ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം 2ാമത്തെ റൂമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളെ പണ്ട് കാലത്തൊക്കെ ഉള്ള ചെറിയൊരു 4 കെട്ട് വീട്, നമ്മുടെ ഓട്ടുവര വലിയ വീടുകളൊക്കെ ഉണ്ടല്ലോ, അതേ മച്ചക്കുള്ളത് അതേ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അടിപൊളി ഒരു കുഞ്ഞ് റൂം, കുറേ നമുക്ക് പുതപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതും തലയാണും കട്ടിലും ഒക്കെ ഉള്ള ചെറിയൊരു AC എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു റൂം കേട്ടോ. അപ്പോൾ ഇവിടെ 2 പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാം. അതേപോലെ വേറെ 2-3 റൂമും കൂടി ഉണ്ട് കേട്ടോ. 1 റൂമും കൂടി ഉണ്ട്. അങ്ങനെ 3 റൂമാണ് ഈ റിസോർട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു നമ്മുടെ വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കണമെന്നുള്ളത് അങ്ങനെ ഒരു ചിന്ത വരില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണോ അതേപോലെ ഇവിടെ നന്നായി നോക്കുക, അടിപൊളിയായിട്ട് ഇരിക്കട്ടെ കേസ്. അപ്പോൾ ഒരു ദിവസം കൊല്ലങ്കോട് 2 ദിവസമൊക്കെ വന്ന് ഇരിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മൾ ഈ കാണിക്കുന്ന റിസോർട്ട് കേട്ടോ. ഓക്കെ, 4ാമത്തെ റൂം വരുന്നത് കേട്ടോ. അതും അടഞ്ഞ് കിടക്കുകയാണ്, കാരണം ആളില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ബാത്റൂമൊക്കെ വരുന്നത് കേട്ടോ. നമുക്ക് ചുടുവെള്ളത്തിൻ്റെ സ്വിച്ചുകളൊക്കെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയിട്ടേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ് അല്ലേ. നല്ലൊരു ആംബുലൻസ് ആയിട്ട് ഗൈസ് നിങ്ങളല്ലേ. നല്ല അടിപൊളി ഒരു റിസോർട്ടിൽ വൈകുന്നേരത്ത് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നടുമുറ്റത്ത് ഇതുകളിലെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ അതെ വലിയ സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ
നമുക്ക് അവിടെയൊക്കെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് അടിച്ചു പൊളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഉണ്ട്, ഇന്ന് മഴയും ഉണ്ട് കേട്ടോ. നല്ല ഇരുട്ടത്തൊക്കെ നല്ല ഇവിടെയൊക്കെ നല്ലൊരു അടിപൊളിയാണ്. മഴയൊന്നും കൊള്ളില്ല. സിറ്റ് ഔട്ട് വലിയൊരു സിറ്റ് ഔട്ടാണ് അല്ലേ സൗമ്യ? ഇതാണല്ലേ കേസ്, അടിപൊളി സിറ്റ് ഔട്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പുതിയൊരു അനുഭവം അല്ലേ? കൊള്ളാട്ടെ കേസ്, അടിപൊളിയാണ്. അപ്പോൾ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. ഒരു 3-4 ഫാമിലിക്ക്, അതായത് 10-15 പേർക്ക്, അതെ 10-15 പേർക്ക് നമുക്ക് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റേ ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊല്ലംകോട്ടിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ചുറ്റുപാടും ചുറ്റും ബാക്കിലൊക്കെ പാടങ്ങളാണ്. രാവിലെ കാണിക്കട്ടെ കേസ്, ബാക്കിലൊക്കെ നല്ല ഏക്കർ കണക്കിനുള്ള പാടങ്ങൾ. അതൊക്കെ ഈ നമ്മളെ ഈ റിസോർട്ടിൻ്റെ ആളുടെ തന്നെയാണ് കേട്ടോ. ബാക്കിൽ കുറേ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൊല്ലംകോട് ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒരു അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണിത് അല്ലേ? ചുറ്റുവട്ടത്ത് ഏക്കർ കണക്കിന് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കൃഷിക്ക് ആവശ്യമായിട്ടുള്ളൊരു കളത്തിലാണ് ഇപ്പോൾ ഇതുപോലെ റെനോവേഷൻ ചെയ്ത് നല്ല രീതിയിൽ ഒരു റിസോർട്ടാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓണറിൻ്റെ പേര് രമേശ് എന്നാണ്. അപ്പോൾ രമേശ് ചേട്ടാ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ കാണില്ല, നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു സിറ്റ് ഔട്ട് കേട്ടോ. കുറേ പേർക്ക് ഇങ്ങനെ വരിവരിയായിരിക്കാം. ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെയൊക്കെ പായ വിരിച്ച് കിടക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ കുറേ എന്താ പറയുക, ഈ ഭാഗത്തൊക്കെ നല്ല രസമാണ്. രാവിലെ എണിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കേസ്. നിറയെ മരങ്ങളും തെങ്ങുകളും വാഴത്തോപ്പുകളും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ല സെക്യൂരിറ്റി ഉണ്ട്. ഫുള്ള് CCTV അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ നല്ല ഒരു എന്താ പറയുക, ലൈറ്റും കാര്യങ്ങളൊക്കെ ഗേറ്റിലുണ്ട്. അവിടെ നല്ല പ്രൊജക്ട് ലൈറ്റ് അങ്ങോട്ടേക്ക് നമുക്ക് രാത്രി പേടിക്കാണ്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, താല്പര്യമുള്ളവരൊക്കെ വരുവാട്ടെ കേസ്. ഓക്കെ, അപ്പോൾ സൗ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ ബാഗൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കുടിക്കുന്നതാണ് അല്ല സൗ? ഓ കൊള്ളാം. മതി മതി മതി, കടുപ്പം മതി. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ അവിടെ താമസിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു 4 കെട്ടിൽ കിടന്നുറങ്ങിയൊരു ഫീലാണ് കേട്ടോ. അടിപൊളി ഒരു റിസോർട്ടാണ്. നമ്മുടെ കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ റെഡിയായി, സവോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. രാത്രിയൊക്കെ സുഖമായി കിടന്നുറങ്ങിയിട്ടാ. നല്ല എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. ചുറ്റുപാടുകളിൽ ഗൈസ് അടിപൊളി ഒരു റിസോർട്ടാണ്. പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ സാധാരണ കാണുന്ന റിസോർട്ടുകളെ പോലുള്ള എന്താണ് സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിലും ഇവിടെയും 2 സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ, അതായത് എൻ്റെ ബാക്കിൽ കുറച്ച് ബാക്കിലായിട്ട് ആ ഭാഗത്തായിട്ടുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ആ ഭാഗത്ത് ആ ഭാഗത്തുണ്ടല്ലോ, ആ ഭാഗത്തൊരു കുളമുണ്ട്. പിന്നെ നേരെ ഫ്രണ്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലൊരു കുളമുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് സുഖമായിട്ട് വന്നിട്ട് കുളിക്കാനൊക്കെ പറ്റും. കാണിച്ചു തരാം കേട്ടോ, കുളവും പരിസരങ്ങളൊക്കെ കാണിച്ചു തരാം. അടിപൊളി തന്നെ കേട്ടോ ഗൈസ്. എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് റൂം എടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ കാണിക്കട്ടെ ഗൈസ്. കൊല്ലംകോട്ടിലെ നല്ല ഗ്രാമീണ ഭംഗികളും കൊല്ലംകോട്ടിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അതൊക്കെ കാണുക, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് കേട്ടോ. കൊല്ലംകോട്ടിലെ അതിമനോഹരമായ സ്ഥലത്തുള്ള റിസോർട്ടാണ്. നേരെ ഫ്രണ്ടിൽ അല്ല, ഇവിടെയൊക്കെ പാടങ്ങൾ, ഏക്കർ കണക്കിന് പാടങ്ങളും തെങ്ങും തോപ്പുകളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കുളമാണ്, താമരക്കുളം കേട്ടോ. ആമ്പലുകളും താമരയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കുളമാണ്. അടിപൊളിയായിട്ട് നിങ്ങളുടെ മോർണിംഗ് ഒക്കെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള കുളവും നമ്മുടെ കൊല്ലംകോടിൻ്റെ ഭംഗിയാണല്ലോ ഗൈസ്. ഇവിടുന്ന് കൊല്ലംകോട് മലയാണ് ബാക്കിൽ. ഇപ്പോൾ മഞ്ഞൊക്കെ മഴക്കാറിൻ്റെ ഒരു ഇത് കൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വിസിബിൾ ആണത്. ഒരു അടിപൊളി സ്ഥലത്താണ് നമ്മുടെ ഈ SR പൊന്നോട്ട് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കണ്ടല്ലേ, ഈ കാണുന്നതാണ് റിസോർട്ട്.
ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മുടെ റിസോർട്ടിന്റെ ബാക്ക് വശത്താണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇതിലൂടെ നമുക്ക് വരാനൊക്കെ പറ്റും. താമസിക്കുന്നവർക്ക് നമുക്ക് ഈ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഈ കുളത്തിൽ കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊക്കെ പറ്റും. നീന്തൽ അറിയാവുന്നവര് കുളിക്കാനൊക്കെ ശ്രമിക്കാട്ടെ ഗൈസ്. നമ്മൾ അത്ര ആഴം കൊണ്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും നല്ല അതിമനോഹരമായിട്ടുള്ളൊരു നല്ല വൃത്തിയുള്ള ഒരു കുളമാണ് കേട്ടോ. നമുക്ക് ഇവിടെ കുളിക്കാം ഒക്കെ ചെയ്യാൻ പറ്റിയ നീന്താം കുളിക്കാം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുളം. നല്ല ആംബിയൻസ് ആണ് ഈ ഭാഗത്ത് കേട്ടോ. നല്ല പാടങ്ങളൊക്കെ ആയിട്ട് തെങ്ങും പാടങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടില്ലേ? SR പുന്നോട്ട് റിസോർട്ടിൽ അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം തോന്നി. നല്ല രീതിയിൽ നന്നായി കിടന്നുറങ്ങിട്ടെ കേസ്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് 1-2 ദിവസങ്ങളൊക്കെ ചെലവഴിക്കാൻ ഈ കൊല്ലങ്കോട് ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് വന്നിട്ട് നമുക്ക് ഇവിടെ താമസിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് നമ്മൾ സംസാരിച്ച് നമ്മുടെ ഈ ഒരു സന്തോഷം പങ്കിടാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഓണത്തിനൊക്കെ ഇവിടെ ഒരുപാട് പേര് വരുന്നതാണ് കേസ്. ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു നമ്മൾ ഓണപ്പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയിട്ടുള്ള റീൽസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബുക്ക് ചെയ്യട്ടെ കേസ്. അപ്പോൾ വരിക, ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിരിക്കാം. ഓക്കെ.